പാർവതി തിരുവോത്ത് പറയുന്ന ഒരു കാര്യം, നമ്മുടെ സംവിധാനങ്ങൾ പലത് വന്നു, ഹേമ കമ്മിറ്റിയൊക്കെ പ്രതീക്ഷ നൽകുന്നതാണ്, സംവിധാനങ്ങൾ ഭംഗിയായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ എന്നിരുന്നാൽ കൂടിയും പരാതിപ്പെടുന്നവർക്ക് അവസരങ്ങളില്ലാതാവുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അവർക്ക് സംരക്ഷണം ആരും നൽകുന്നില്ല. അതിൽ പൊതുസമൂഹം സംരക്ഷണം നൽകുന്നില്ലാത്ത വിഷയമുണ്ടാവാം, അതല്ലെങ്കിൽ തൊഴിലിടം അവർക്ക് സംരക്ഷണം നൽകാത്ത വിഷയമുണ്ടാവാം. അത്തരം വിഷയങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പലരും മുന്നോട്ട് വരുന്നില്ല. എന്തുകൊണ്ട് പ്രമുഖരായ പല നടിമാരും തങ്ങളുടെ അനുഭവം തുറന്നു പറഞ്ഞില്ല? അവർ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ സാഹചര്യം ഒന്നുകൂടി മാറിയേനെ എന്നൊരു ചിത്രം കൂടിയില്ലേ? താങ്കൾ എങ്ങനെ കാണുന്നത്? തീർച്ചയായിട്ടും ഞാനത് തുടക്കം മുതലേ ഈ വിഷയം സംസാരിച്ചപ്പോഴേ ആദ്യമേ പറഞ്ഞാൽ, ഞാനിപ്പോ ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്ന കുറച്ച് ഭാഗം ഞാൻ കേട്ടു, പാർവതി പറയുന്നത് ഞാൻ കേട്ടില്ല. പക്ഷെ ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞത് കുറെ കാര്യങ്ങൾ സത്യമാണ്. നമ്മൾ പ്രതികരിക്കണം. എന്തിനാ പേടിക്കുന്നത്? ഈ മുൻനിര നായികമാരൊന്നും മുൻപോട്ട് വരാത്തത് ഭയന്നിട്ടാണെന്ന്. ഭയക്കരുത്. ഭയന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് തുടർന്നു പോകത്തല്ലേ ഉള്ളൂ, ഈ സംഭവം തുടർന്നു പോകത്തേ ഉള്ളൂ. ഭയക്കാതെ അവര് മുമ്പോട്ട് വന്ന് പരാതി കൊടുക്കണം. അവസരങ്ങൾ കിട്ടുന്നെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ വേണ്ട. അവസരവും വേണം, പരാതിയും പരാതി കൊടുക്കാനും പേടിയാണ്, അവസരവും വേണം. അന്ന് അവരെ കുറ്റവും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനം വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാനേ പറ്റുള്ളൂ. ധൈര്യപൂർവ്വം അവർ പരാതി, ഇത് അന്ന് പോലും പറയുന്ന ഈ ഹേമ കമ്മിറ്റിയിലുള്ള പെൺകുട്ടികളാണെങ്കിൽ അവർ പരാതി കൊടുക്കട്ടെ. അവർ പരാതി കൊടുക്കാൻ തയ്യാറാവണമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് പരാതി കൊടുക്കാൻ തയ്യാറല്ല. അവർക്ക് ഭയമാണ്, അവരെ ഒഴിവാക്കും. എന്തിനാണ് അങ്ങനെ ഭയക്കുന്നത്? സിനിമ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് സിനിമ മാത്രമല്ലല്ലോ ജീവിക്കാൻ ഒരു വഴിയായിട്ടുള്ളത്, വേറെ എന്തെങ്കിലും വഴി. അത് തെറ്റാണ്. ഈ ഒഴിവാക്കുന്നത് തെറ്റല്ല എന്നല്ല ഞാൻ പറയുന്നത്, തെറ്റ് തന്നെയാണ്. അതങ്ങനെയാണ്. കുറെ ആൾക്കാർ അത് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പാർവതി പറഞ്ഞത് ശരിയാണ്, അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഭയന്ന് ഈ പെൺകുട്ടികൾ എന്തിന് പരാതി കൊടുക്കാതിരിക്കണം? മറ്റ് ഈ സമൂഹത്തോടും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇനി വരാൻ പോകുന്ന പെൺകുട്ടികളോടും എന്തെങ്കിലും ഒരു എന്താ പറയാ, അവരെങ്കിലും നന്നായി ഇരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം. അവർ പരാതി കൊടുക്കണം. പിന്നെ അമ്മ സംഘടനയെ കുറിച്ച് പറഞ്ഞത്, ഞാൻ ഇവിടെ എഴുതി പോകുന്നുണ്ടോ അമ്മ സംഘടന. അമ്മ സംഘടനയില് തുടക്കം മുതലുള്ള ഒരു അംഗമാണ് ഞാൻ. അമ്മ സംഘടനയില് മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് അന്ന് മുതൽ നമ്മൾ എല്ലാവരും പറയുന്നതാണ്. കുറെ നാളുകൾ അത് പഴയതുപോലെ തന്നെ. പക്ഷെ ഇപ്പോ അമ്മ അസോസിയേഷന് മനസ്സിലായിട്ടുണ്ട് മാറ്റങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ പുതിയ ഭരണസമിതി വന്നപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ഞാൻ 2 കത്തുകൾ അയച്ചാണ്. ഇതിന്റെ ചില മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ 2 കത്തുകൾ അയച്ചാൽ തീർച്ചയായിട്ടും അത് ചെയ്യും. പക്ഷെ പിന്നീടാണ് ഈ ഹേമ കമ്മിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ വരികയൊക്കെ ചെയ്ത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അവർ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ആ സംഘടന മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്. ഞങ്ങളെപ്പോലുള്ളവർ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും വരേണ്ട മാറ്റങ്ങളെ കുറിച്ചും ബൈലോയിൽ പോലും ചില തിരുത്തലുകൾ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവര് അംഗീകരിച്ചുകൊണ്ട് തന്നെ ശക്തമായിട്ട് തന്നെ അമ്മ മുൻപ് വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ശരി.